Hello students. So today we are going to discuss about slope deflection method problems. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ എന്തെന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ അതിൽ അൺലോൺ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അനലൈസ് ദ ബീം ഷോൺ ഇൻ ഫിഗർ യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. അപ്പോൾ ഈ തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് എൻഡും ഫിക്സഡ് ആണ്. ഓക്കെ, രണ്ട് എൻഡും ഫിക്സഡ് വരുന്ന കേസാണ്. ഇപ്പോൾ ആദ്യമേ ഞാൻ പറയാൻ പോകുന്നത് എയും ഫിക്സഡ് ആണ്, സിയും ഫിക്സഡ് ആണ്. എ ബി സി ഒരു കണ്ടിന്യൂസ് ബീമാണ്. എ ബി സ്പാനിൽ 40 കിലോ ന്യൂട്ടൺ പോയിൻ്റ് ലോഡും ബി സി സ്പാനിൽ ഒരു യു ഡി എല്ലുമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 4 മീറ്ററാണ് എ ബി സ്പാൻ. ബി സി എന്ന് പറയുന്നത് 6 മീറ്ററാണ്. 2i ആണ് അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ ഫിക്സഡ് എൻ മൊമെൻറ്റ്. ആദ്യമേ ഫിക്സഡ് എൻ മൊമെൻറ്റ് കണ്ടുപിടിക്കുക. ദറ്റ് ഈസ് എം എഫ് എ ബി. ചില ബുക്കിലൊക്കെ ആണെങ്കിൽ എഫ് എം എ ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എൻ മൊമെൻറ്റ്. ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് സപ്പോർട്ട്സിലെ മൊമെൻ്റാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എൻഡ് സപ്പോർട്ട് മൊമെൻറ്റ് എന്ന് പറയുന്നത് എം എഫ് എ ബി. എം എഫ് എ ബി എന്ന് പറയുമ്പം എ സപ്പോർട്ടിലെ എൻഡ് മൊമെൻ്റാണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടാണ്. അപ്പോൾ അത് അവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അവിടെ നെഗറ്റീവാണ്. സോ അവിടെ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. സോ -WL/8 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എം എ ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അതുകൊണ്ടാണ് -WL/8. ഫിക്സഡ് എൻ മൊമെൻറ്റ്. എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന വാല്യൂസും വേറെയാണ്. ഫ്രീ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നതും രണ്ടാണ്. ഫ്രീ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ സ്പാനിലുണ്ടാകുന്ന മൊമെൻറ്റിംഗ് ആണ്. അതെന്ന് പറയുമ്പോൾ ഇവിടെ പോയിൻ്റ് ലോഡ് ആയതുകൊണ്ട് WL/4 ആണ്. യു ഡി എൽ ആകുമ്പോൾ WL²/8. പിന്നെ എക്സിൻട്രിക് ആ ലോഡ് വരുന്നതെങ്കിൽ WA²B/L² വരും, അല്ലെങ്കിൽ AB²/L² എന്ന് വരും എക്സിൻട്രിക് ആയി. അത് നമ്മൾ 3 മൊമെൻറ്റിൽ നമ്മൾ ഫ്രീ മൊമെൻറ്റ് എടുത്തില്ലേ, അതാണ് ഫ്രീ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. ഇത് ഫിക്സഡ് എൻഡ് മൊമെൻറ്റാണ്. ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ആ എൻഡ് സപ്പോർട്ട്സിലുണ്ടാകുന്ന മൊമെൻറ്റ്സാണ്. അതിൻ്റെ വാല്യൂ വേറെയാണ്. അപ്പോൾ എം എഫ് എ ബി എ സപ്പോർട്ടിലെ ഫിക്സ് എൻഡ് മൊമെൻ്റാണ്. അപ്പോൾ -WL/8 എന്ന് പറയുമ്പോൾ W ഇവിടെ തന്നിരിക്കുന്നത് 40 ആണ്, L ലെങ്ത് 4 ആണ്, /8. അപ്പം 20 കിലോ ന്യൂട്ടൺ മീറ്ററാണ് എം എഫ് എ ബി. അതുപോലെ അപ്പം എം എ ബി എ സപ്പോർട്ടിലെ ഫിക്സഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചു -WL/8. അപ്പോൾ അത് രണ്ടും ഒരു സ്പാനാണ്. എ ബി എന്നൊരു സ്പാനല്ലേ. അപ്പോൾ എയുടെയും ബിയുടെയും എൻഡ് സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടുള്ളത് -WL/8, ബിയിൽ നിന്ന് എയിലോട്ടുള്ളത് WL/8. കാരണം ബി സപ്പോർട്ടിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇപ്പോൾ എ ബി സ്പാൻ എടുക്കുകയാണെങ്കിൽ എ സപ്പോർട്ടിലെ എൻഡ് മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ബി സപ്പോർട്ടിലെ എൻഡ് മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ -WL/8 +WL/8 വരുന്നത്. രണ്ടും ഒരു സ്പാനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റ് സെയിം ആണ്. ഈ 40 കിലോ ന്യൂട്ടണല്ലേ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സ്പാനിലുണ്ടാകുന്ന മൊമെൻറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് വരുന്നേ ഉള്ളൂ. സെയിം വാല്യൂ തന്നെ ആയിരിക്കും. -20യും +20യും വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത സ്പാൻ. അപ്പോൾ ബി ജോയിൻറ്റിന് 2 സ്പാൻസ് ഉണ്ട്. നമ്മൾ 3 മൊമെൻറ്റിൽ പറഞ്ഞ പോലെ ബി എന്ന് പറയുന്ന ഒരു ജോയിൻ്റ് ആണ്. ആ ബി ജോയിൻറ്റിന് 2 മെമ്പേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് BA ആൻഡ് BC. ഇനി ബി ആൻഡ് സി സ്പാനിൽ ബി എൻഡ് മൊമെൻറ്റും സി മൊമെൻറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ MBC തന്നെ ഈ സ്പാനിൽ വരുന്ന ലോഡിനെ ബേസ് ചെയ്ത് ഈ ബി സപ്പോർട്ടിൽ വരുന്ന എൻഡ് മൊമെൻറ്റ്, ദാറ്റ് ഈസ് MFBC. ദാറ്റ് ഈസ് യു ഡി എൽ ആയതുകൊണ്ട് BC. ബിയിൽ നിന്ന് സിയിലോട്ട് നോക്കുമ്പോൾ മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, ബിയിൽ നിന്ന് സിയിലോട്ട്. അതേസമയം ബിയിൽ നിന്ന് എയിലോട്ടാണെങ്കിൽ മൊമെൻറ്റ് ക്ലോക്ക് വൈസും, ബിയിൽ നിന്ന് സിയിലോട്ടാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസും. തിരിച്ച് ഇങ്ങനെയല്ലേ കറങ്ങുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ബിയിൽ നിന്ന് എയിലോട്ടാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. ബിയിൽ നിന്ന്
സിയിലോട്ട് ബി സി സ്പാൻ ആണെങ്കിൽ ബിന്ന് സിയിലോട്ട് നോക്കുമ്പോൾ ആ മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. സിയുടെ എൻഡ് മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പാസ് ചെയ്യും. അപ്പോൾ ബി സി നെഗറ്റീവ് ആയിരിക്കും, -WL²/12. എം എഫ് സി ബി എന്ന് പറയുന്നത് WL²/12. അപ്പം ഇവിടുത്തെ UDL ആയതുകൊണ്ട് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് WL²/12 ആണ്. സെയിം വാല്യൂ ആണ് വരുന്നത്, മൈനസും പ്ലസും വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത്.